ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ പോയ ഈ ആനപ്പാറയിൽ കുറച്ച് നല്ല മഴയാണ്, വെറ്റാണെങ്കിൽ ഈ വണ്ടി കീറുമായിരുന്നു. വെറ്റാണെങ്കിൽ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ ഓടിക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുമല്ലോ. നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ സ്പിൻ ചെയ്യിക്കുമായിരിക്കും, സർഫസിനെ ചിലപ്പോൾ ഹോട്ട് ആക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടയർ ഹീറ്റാക്കി ഗ്രിപ്പ് കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. ഈ വണ്ടി കയറുമെന്ന് വെച്ചാൽ ഈ വണ്ടി സ്ലഷിൽ ബിഹേവ് ചെയ്യണ കണ്ടോ? അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. യാസിൻ വന്നതിന്റെ തലേന്ന് അതിലും കഷ്ടമായിരുന്നു. അതായത് ഞാൻ കുറച്ച് പേര് കൂടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവരിത് എങ്ങനെ ഇത് ഓടിച്ച് കയറ്റാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇത്രയും കാലം സ്കിൽഡ് ആയിട്ട് ഓടിച്ച കുറെ സാധനങ്ങളാണ്. അതാ ST ടയറും വെച്ചിട്ട് ഇലക്ട്രോണിക്സ് വെച്ച് മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി കയറി പോകുന്നുണ്ട്. ഡ്രൈവർ ഒരു ഇൻപുട്ടും കൊടുക്കാതെ ക്ലീൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. എന്നാൽ ചില ഡ്രൈവേഴ്സ് തന്നെ ചതിച്ചിട്ടുണ്ട്. കാരണം അവരെ കൂടുന്ന സ്റ്റിയറിംഗ് വെച്ചെങ്കിൽ ലോക്ക് ചെയ്യും. നമ്മൾ ചെറിയ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് അത് ചെറുതായിട്ട് ട്രാക്ഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടയർ ഒന്ന് തിരിച്ചു കൊടുക്കണം. ഫ്രണ്ട് സ്റ്റിയറിംഗ് മാത്രം വെച്ചിട്ട് ബാക്കി ഫുള്ള് വണ്ടിയാണ് ചെയ്യുന്നത്. ചില ഡ്രൈവേഴ്സ് സ്റ്റിയറിംഗ് ഫുൾ അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്യും. ശരിക്കും അങ്ങനെ ലോക്ക് ചെയ്ത് നമ്മുടെ മൊമെന്റത്തിന് നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക്സിന് അവിടെ ഫംഗ്ഷൻ ഇല്ല. അങ്ങനെ ചില ഡ്രൈവേഴ്സ് ചെയ്തു. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് മഴയത്താണെങ്കിലും ഞാനത് ഓടിച്ചു കയറ്റും. നിങ്ങൾ പോയ സമയത്ത് വെറ്റായിരുന്നു? അതിന്റെ തലേന്ന് മഴ പെയ്തായിരുന്നു. അതിന്റെ ഒരു പാച്ച് മാത്രം വെറ്റായിരുന്നു. ബാക്കി ഞങ്ങൾ കയറിയ മെയിൻ ഭാഗങ്ങൾ ഫുള്ള് ഡ്രൈ ആയിരുന്നു. ഈസി ആയിട്ട് ക്ലൈം ചെയ്യും. ആ വെറ്റായ ഒരു ഭാഗത്ത് കൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റി. വണ്ടി അവിടെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒരാഴ്ച പോസ്റ്റ്പോൺ ആയി പരിപാടി ഫുള്ള്, മഴ കാരണം. എന്തൊക്കെയോ ആളുകൾ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച 3 ദിവസം തുടങ്ങിയ ഷൂട്ടിങ്ങാണ്. അത് പബ്ലിക്കിന്റെ ഇടയിൽ പബ്ലിക് ഇങ്ങനെ കയറുന്നതുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ 7 ദിവസം ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇടയ്ക്ക് കുറെ 7 ദിവസം കൊണ്ടാണ് വണ്ടി ഓടിച്ച് കയറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഷൂട്ടിംഗ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ശരിക്കും അത് ചോദിക്കില്ല. അതായത് ഷൂട്ടിംഗ് ഓരോ ആംഗിളിലും ക്യാമറ വെച്ചിട്ട് ആ പാച്ചൊക്കെ നമ്മളെ കൊണ്ട് റിപ്പീറ്റഡ് ഓടിപ്പിക്കുകയാണ്. വണ്ടി ഓടി കയറിയതൊക്കെ ഫസ്റ്റ് ഷോട്ടിൽ വണ്ടി ഓടി കയറിയിട്ടുണ്ട് മുകളിൽ. അവർ ട്രയൽ തന്ന ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് 2 ലെഗ് നോക്കി, 3ാമത്തെ ലെഗ് നോക്കുന്നത് സെക്കൻഡ് ഡേ ആണ്. ഒറ്റ ഷോട്ടിൽ വണ്ടി മുകളിൽ കയറി. പിന്നെ അവർക്ക് വേണ്ടത് ഓരോ വീഡിയോ ആയിരുന്നു. ഓരോ ഏരിയയിലും ക്യാമറ ഡ്രോണിന് വേറെ, പിന്നെ റിഗ് ക്യാമറയിൽ വണ്ടിയിൽ വെച്ചപ്പോ പിന്നെ ഒറ്റ ഷോട്ട് താഴെ മുതൽ മേലെ വരെ ഒരു ജിമ്മിയുടെ. അതെന്റെ ജിമ്മിയിൽ എന്താ ചെയ്തെന്ന് വെച്ചാല്, എനിക്ക് അവര് മീഡിയ ടീം ഏറ്റവും അവസാനം പാറയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം മീഡിയ ടീം ഏറ്റവും അവസാനം നമ്മൾ ഇലവിടാപ്പുഞ്ചിറയുടെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഇലവിടാപ്പുഞ്ചിറ കഴിഞ്ഞ ഉടനെ തന്നെ നല്ല റബ്ബറൈസ്ഡ് റോഡ്, നല്ല പുതിയ വന്നേക്കുന്ന റോഡ്, ആ റോഡിലേക്ക് പോവാ. റോളിംഗ് ഷോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ റോളിംഗ് ഷോട്ട് എടുക്കാൻ ഞാനും പോയി. അപ്പൊ ഞാൻ സൂട്ടൊക്കെ ഇട്ടിട്ടാണ് വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന കുറച്ചെങ്കിലും ഷോട്ട് എൻ്റെ ഉണ്ടാവും വെച്ചാൽ. അതിന് മുമ്പ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഷോട്ടുകളൊക്കെ അവര് മീഡിയ ടീമിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മെയിൻ ടീം ഇവിടെ പാറയുടെ മുകളിലും ബാക്കി കുറച്ച് ടീം റോഡ് ഷോട്ട് കൊടുത്തു, റോളിംഗ് ഷോട്ട്സ് കൊടുത്തു. ആ റോളിംഗ് ഷോട്ട്സ് ഒന്നും വന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഡേ അവർ പിന്നെ റോഡിലേക്കും മാറി, എസ്റ്റേറ്റ് റോഡിലേക്കും മാറി. അപ്പൊ എസ്റ്റേറ്റ് റോഡിലത്തെ ഒക്കെ നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു, നല്ല പൊളിച്ചടുക്കി. ആദ്യം ഞാൻ എന്ത് വെച്ചാൽ അവർ സ്ട്രെച്ച് ഇട്ട് തന്നു എസ്റ്റേറ്റ് റോഡിന്റെ ഉള്ളിൽ കൂടെ. നല്ല സ്ട്രെയിറ്റ് സ്ട്രെച്ച് കഴിഞ്ഞൊരു ഡിപ്പ്, ആ ഡിപ്പ് കഴിഞ്ഞൊരു ജമ്പ് എന്ന് പറഞ്ഞാൽ ഡിപ്പാണ് ജമ്പ്. ഡിപ്പ് ഫുൾ എയർബോൺ ആയിട്ട് പോയി. എന്നിട്ട് പിന്നെ കുറച്ച് കല്ലുള്ള ഭാഗം, അത് കഴിഞ്ഞൊരു ടേൺ. ആ ടേണിന്റെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകാനാ പറയുന്നത്. അവിടെ ഇത്രയും സ്പീഡിൽ വന്നിട്ട് അവിടെ നിർത്താതെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ചെയ്താണ്. അതൊക്കെ നല്ല ഫണ്ണായിരുന്നു. അപ്പൊ അത് ഞാൻ ഏറ്റവും ആദ്യം ജിമ്നി വെച്ച് ഓടിച്ചു നോക്കി. ജിമ്നി നിങ്ങളുടെ പേഴ്സണൽ ജിമ്നി? എന്റെ പേഴ്സണൽ കാർ. ഞാനും ഫാമിലിയൊക്കെ കയ്യിലാണ് പോയത്. മക്കളെയൊക്കെ ഹോട്ടലിലാക്കി. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ അടുത്ത് റാംഗ്ലർ ഉണ്ട്. അപ്പൊ അവന്റെ റാംഗ്ലറിൽ പിള്ളേരെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുവന്നു. അപ്പൊ ആ ഫോട്ടോ വന്നത് നിങ്ങളുടെ ജിമ്നിയുടെ ഫോട്ടോ തന്നെയാണ്? എന്റെ ജിമ്നിയുടെ ഫോട്ടോ. എന്റെ ജിമ്നിയിൽ റിഗ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞു ഈ ഷോട്ടൊക്കെ ഞാൻ എന്റെ ജിമ്നി വെച്ച് ആദ്യം ഓടിച്ചു നോക്കും, എത്ര സ്പീഡ് വരെ ക്യാരി ചെയ്യണം. പിന്നെ ഇത് വെച്ച് നോക്കും ജിമ്നി എവിടെയെങ്കിലും കുത്തുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ ഈ വണ്ടി ഇലക്ട്രിക് ആണ്, നമ്മൾ ആദ്യമായിട്ട് ഓടിക്കാൻ കൈ വിട്ട് പോകുന്ന എനിക്കറിയാം. ഇൻസ്റ്റന്റ് ടോർക്ക് വെച്ചിട്ട് വണ്ടി നിന്നെടുത്ത് നിന്നങ്ങോട്ട് ക്യാരി ചെയ്യാണ് സ്പീഡ്. അതിലാ മഡൻ റോട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ റാലി സ്കൂളിൽ പോയി പഠിച്ചത്, ഫാബിദിന്റെ സ്കൂളിൽ പോയി പഠിച്ചപ്പോൾ എനിക്ക് ഫാബിദ് പറയുന്നുണ്ട്, ഫ്രണ്ട് വീൽ ഡ്രൈവുകൾക്ക് ഒരു ഗുണമുണ്ട്. വണ്ടി കൈവിട്ട് പോയാലും നമ്മൾ പ്രോപ്പർ ലൈനിലാണ് ഓടിക്കണമെങ്കിൽ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. സ്റ്റിയറിംഗ് പ്രോപ്പർ ലൈനിലാണെങ്കിൽ ത്രോട്ടിൽ കൊടുത്താൽ തിരിച്ച് നമ്മുടെ ലൈനിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈനിൽ വരും. ഈ വണ്ടി അങ്ങനെയായിരുന്നു. ഈ വണ്ടി നല്ല രസമായിരുന്നു. ടേണിൽ കയ്യിൽ നിന്ന് പോയി ക്യാമറക്കാരുടെ അടുത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു, ത്രോട്ടിൽ കൊടുത്ത് വണ്ടി ആ ലൈനിൽ തിരിച്ചും പോകുന്നു. അത് നല്ല ഷോട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അവർക്ക്. അതിലൊരാൾ ക്യാമറമാൻ ഇങ്ങനെ ആഡിൽ വന്നിട്ടില്ല. അതായത് ക്യാമറയും വണ്ടിയും തമ്മിൽ ആ 1 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ അങ്ങനെ പോയി കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാമറമാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, അബ്ബാറെ ഷോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അവസാനം വന്നില്ല. ക്യാമറമാൻ ഒരു മലയാളി ഉണ്ട്, പിന്നെ എന്താണ് പവർഡ്രിഫ്റ്റിന്റെ MD ഡയറക്ടേഴ്സിൽ ഒരാൾ, അയാളാണ് ഡയറക്ടർ. ശരിക്കുള്ള മൂവിയുടെ ഡയറക്ട് ചെയ്യുന്ന പുള്ളിയാണ്. ആ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റൺ ഷോട്ടാണ് വേണ്ടത്, നിനക്ക് എത്രത്തോളം സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റുമോ അതിൽ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ലാസ്റ്റ് ഒരു നല്ലൊരു സ്ട്രെച്ച്, ലാസ്റ്റിൽ കോർണറിൽ ക്യാമറ ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ഡ്രോൺ എൻ്റെ കൂടെ പറക്കുന്നുണ്ട്, സൈഡ് തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നും വീഡിയോ എടുക്കുന്നുണ്ട്. ചുറ്റും കവർ ചെയ്ത് പോണ സാധനമാണ് അവർക്ക് വേണ്ടത്. ഞാൻ ഇനീഷ്യലിനെ ഗെയിം ചെയ്തു. ഫാസ്റ്റ് പോക്കിൽ ഒരു ഡിപ്പ് ഉണ്ട്, ആ ഡിപ്പിൽ വണ്ടി ഫുൾ എയറിൽ പോയി ഫ്രണ്ട് അങ്ങ് കുത്തി. ആ ഫ്രണ്ട് കുത്തിയത് കുഴപ്പമില്ലായിരുന്നു, ബാക്ക് കുറച്ച് ഹാർഡ് ഇമ്പാക്റ്റിൽ കുത്തി അങ്ങോട്ട് തെറിച്ചൊറിയും.
റിയർ അങ്ങ് ബൗൺസ് ചെയ്തിട്ട് പിന്നെ പോണത് സൈഡിലേക്കാണ്. അപ്പൊ ഞാൻ അയ്യോ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി കറക്റ്റ് ആയിട്ട് ലൈനിലേക്ക് വന്നു. പിന്നെ പോണത് ക്യാമറ ടീമിന്റെ മുമ്പിലേക്കാണ്, കോർണറിലുള്ള ക്യാമറ ടീം. ഞാൻ അതിന് മുമ്പ് ബ്രേക്ക് ചെയ്ത് അവരെ അടുത്തെത്തുന്നത് ഫുള്ള് പൊടിയൊക്കെ പറ്റിയിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പോരാ, ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ സൈഡ് ചെയ്ത് പോണത് വേണം. അപ്പോൾ ഇനീഷ്യൽ ഡിപ്പിൻ്റെ അവിടെ ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് പിന്നെ അങ്ങ് കാല് കൊടുത്ത്, പിന്നെ ത്രോട്ടിൽ കൊടുത്ത് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക. മറ്റേ ഫീലായിരുന്നു, റാലി കാർ ഓടിക്കുന്ന ഫീലായിരുന്നു. ഞാൻ ആ സ്റ്റേജ് അവരെന്നോട് പറഞ്ഞു ഓരോ തവണ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത് 2 വണ്ടി സ്പെയർ ഉണ്ട്, 5-8 ടയർ ഉണ്ട്, എന്താ ചെയ്യേണ്ടത് ചെയ്തു. ഞാൻ അതുപോലെ പുഷ് ചെയ്ത് ഓടിച്ചു. ഒരു 120-ലൊക്കെയാണ് ആ സ്ട്രെച്ച് ഞാൻ ഓടിച്ചത്.